ഇന്ന് ഓഗസ്റ്റ് 1, 2023. ഓരോ ദിവസത്തിനും ഒട്ടനവധി പ്രത്യേകതകളാണ് ഉള്ളത് അല്ലേ? ചരിത്രപരമായും ശാസ്ത്രപരമായും നിരവധി സവിശേഷതകളാണ് ഓരോ ദിവസങ്ങളിലൂടെയും കടന്നു പോകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് സയന്റിഫിക് ഇവന്റ്സ് ആണ്. അതായത് ഇന്ന് ഓഗസ്റ്റ് 1, 2023 കുറച്ച് മേജർ സയന്റിഫിക് ഇവന്റ്സ്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ദ ഫസ്റ്റ് വൺ, ചൈനീസ് ന്യൂക്ലിയർ സബ്മറൈൻ. സബ്മറൈൻസിനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? 1974 ഓഗസ്റ്റ് 1 പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി ചൈനയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച അവരുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനിയായ ചാങ്ഷെങ് 1 സേവനത്തിൽ എത്തിച്ചത്. ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ ചൈനയുമായി പങ്കിടാൻ റഷ്യ വിസമ്മതിച്ചു. അതിനാൽ മാവോ സേതുങ് അവരുടെ സ്വന്തം ആണവ അന്തർവാഹിനി നിർമ്മാണ പദ്ധതി വികസിപ്പിക്കാൻ തീരുമാനിച്ചു. ലിയോണിംഗ് പ്രവിശ്യയിലെ ഹുലുദാവോ കപ്പൽശാലയിൽ 1968 നിർമ്മാണം ആരംഭിച്ചത്. ഈ ഒരു അന്തർവാഹിനി 1970 വിക്ഷേപിച്ചു. അതിന്റെ ന്യൂക്ലിയർ റിയാക്ടർ 1971 ജൂലൈയിൽ സജീവമാക്കി. തൊട്ടടുത്ത മാസം അത് കടലിൽ പരീക്ഷണവും ആരംഭിച്ചു. നാറ്റോ അതിന് ഹാൻ ക്ലാസ് അന്തർവാഹിനി എന്ന് രഹസ്യനാമം നൽകി. ചൈനയുടെ ആദ്യ തലമുറ ഡിസൈൻ എന്ന നിലയിൽ അതിന്റെ പ്രകടനം അക്കാലത്തെ അമേരിക്കൻ അല്ലെങ്കിൽ റഷ്യൻ കപ്പലുകളെ അപേക്ഷിച്ച് പൊതുവെ താഴ്ന്നതായിരുന്നു. 2000 ഇത് ഡീകമ്മീഷൻ ചെയ്തു. ദ സെക്കൻഡ് വൺ, ചരിത്രപ്രധാനമായ ഒരു കണ്ടുപിടുത്തമാണ് ഓക്സിജൻ. 1774 ഓഗസ്റ്റ് 1 ബ്രിട്ടീഷ് പ്രസ്ബിറ്റീരിയൻ മന്ത്രിയും കെമിസ്റ്റുമായ ജോസഫ് പ്രീസ്ലി ഓക്സിജൻ കണ്ടുപിടിച്ചത്. സൂര്യപ്രകാശത്തെ ഉപയോഗിച്ച് മെർക്കുറിക് ഓക്സൈഡിനെ ഡീകമ്പോസ് ചെയ്താണ് പ്രീസ്ലി ഈ വാതകത്തെ വേർതിരിച്ചെടുത്തത്. ഈ വാതകത്തിന്റെ സാന്നിധ്യത്തിൽ മെഴുകുതിരി നാളം കൂടുതൽ ശോഭയോടെ കത്തുന്നതും അതേപോലെ പെട്ടിയിലടച്ച ഒരു എലി കൂടുതൽ ഉത്സാഹത്തോടെ ഓടിക്കളിക്കുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചു. ഈ വാതകത്തിന്റെ കണ്ടെത്തൽ 1775 ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് പ്രീസ്ലി ആയതിനാലാണ് ഈ ഒരു കണ്ടുപിടുത്തം അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെട്ടത്. അടഞ്ഞ അഗ്നിയിൽ നിന്നുള്ള വായു എന്ന അർത്ഥം വരുന്ന ഡീഫ്ലോജിസ്റ്റിക്കേറ്റഡ് എയർ എന്നാണ് അദ്ദേഹം ഈ ഒരു വാതകത്തെ വിളിച്ചത്. ദ തേർഡ് വൺ, ആറ്റോമിക് എനർജി കമ്മീഷൻ. 1946 ഓഗസ്റ്റ് 1 ആറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ആണ് ആറ്റോമിക് എനർജി നിയമത്തിൽ ഒപ്പുവെച്ചത്. ആറ്റോമിക് എനർജിയുടെ നിയന്ത്രണം സൈന്യത്തിൽ നിന്നും സിവിലിയൻ കൈകളിലേക്ക് മാറി. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച് ഏകദേശം 1 വർഷത്തിന് ശേഷം ആറ്റോമിക് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പീസ് ടൈം ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ നിയന്ത്രിക്കുന്നതിനുമായി കോൺഗ്രസ് യുണൈറ്റഡ് സ്റ്റേറ്റ് ആറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിച്ചു. ദ ഫോർത്ത് വൺ, സോളാർ ബിൽഡിംഗ്. സോളാർ ബിൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ അധികം ആരും കേൾക്കാൻ വഴിയില്ല. 1957 ഓഗസ്റ്റ് 1 ന്യൂ മെക്സിക്കോയിലെ അൽബുർക്കിൽ ആദ്യത്തെ സോളാർ ബിൽഡിംഗ് സ്ഥാപിതമായത്. സൂര്യന്റെ ഹീറ്റ് എനർജിയിൽ ചൂടാക്കപ്പെട്ട ആദ്യത്തെ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആയിരുന്നു ഇത്. എഞ്ചിനീയറിംഗ് മേഖലയിലെ അസാധാരണമായ പ്രാധാന്യത്തിന് നാഷണൽ ഹിസ്റ്റോറിക് പ്ലേസസിന്റെ രജിസ്റ്ററിൽ ഇത് പിന്നീട് പട്ടികപ്പെടുത്തി. കാരണം ഇത് ആദ്യകാല സൗരോർജ്ജം ചൂടാക്കിയ വാണിജ്യ കെട്ടിടമായിരുന്നു. അതിനുള്ള ഉപകരണങ്ങൾ മിക്കവാറും കേടുകൂടാതെയായിരുന്നു. ഫ്രാങ്ക് ബ്രിഡ്ജേഴ്സും ഡോൺ പാക്സണുമാണ് സോളാർ ബിൽഡിംഗിന്റെ ആശയം ഡെവലപ്പ് ചെയ്തത്. ഇതിന്റെ ആർക്കിടെക്ചറൽ ഡിസൈൻ നൽകിയത് റൈറ്റും സ്റ്റാൻലിയും ചേർന്നാണ്. ആൻഡ് ദ ഫിഫ്ത് വൺ, ലണ്ടൻ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജിനെ പറ്റി അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ? 1831 ഓഗസ്റ്റ് 1 ലണ്ടൻ ബ്രിഡ്ജ് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിശോധിക്കാൻ 1821 പാർലമെന്റ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. കോൾഡ് വെതറിൽ ഉണ്ടാകുന്ന ഗ്രേറ്റ് ഫ്രീസ് മൂലം ആർച്ചിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതിനാൽ പുതിയൊരു പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1825 ജോൺ റെന്നിയുടെ കീഴിൽ പാലം പണി ആരംഭിക്കുകയും ചെയ്തു. 1831 നഗരത്തിന്റെ ചെലവിൽ പൂർത്തിയാക്കുകയും ചെയ്തു. ഡാർട്ട്മൂർ ഗ്രാനൈറ്റ് കൊണ്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. 1831 ഓഗസ്റ്റ് 1 അഡ്ലൈഡ് രാജ്ഞിയുടെ അകമ്പടിയോടെ 4ാമത്തെ വില്യം രാജാവും രാജകുടുംബാംഗങ്ങളും ചേർന്ന് ഇത് വളരെ പ്രൗഢിയോടെ തുറന്നു കൊടുത്തു. 1960കളിൽ ഇത് ലേലം ചെയ്ത് $24,60,000 വിറ്റു. പിന്നീട് പുനർനിർമ്മിച്ച ലണ്ടൻ പാലം 1971 ഒക്ടോബർ 10 പൂർത്തിയാക്കി സമർപ്പിക്കപ്പെട്ടു. ആൻഡ് ദ ലാസ്റ്റ് വൺ, കേബിൾ കാർസ്. 1873 ഇംഗ്ലീഷ് ഇൻവെന്ററായ ആൻഡ്രൂ സ്മിത്ത് ഹാലഡിയാണ് കേബിൾ കാർസ് കണ്ടുപിടിച്ചത്. 1852 മുതൽ യുഎസിലെ സാൻ ഫ്രാൻസിസ്കോയിലെ കുത്തനെയുള്ള കുന്നുകളിൽ ഒരു മാസ് ട്രാൻസിറ്റ്, അതായത് ഒരു ബഹുജന ഗതാഗതം നൽകുന്നതിനും ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുമായി അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ഒരു കേബിൾ കാർ വിജയകരമായി പരീക്ഷിച്ചു. സാൻ ഫ്രാൻസിസ്കോയിലെ ഗതാഗത രീതികളിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു അത്. അദ്ദേഹം കണ്ടുപിടിക്കുക മാത്രമല്ല ചെയ്തത്, പേറ്റന്റ് നേടുകയും ചെയ്തു. എഞ്ചിനീയറും ഒരിക്കൽ മൈനറുമായ ഹാലഡി
1869 ഒരു മൂടൽമഞ്ഞുള്ള ദിവസം നഗരത്തിലെ കുത്തനെയുള്ള കുന്നുകളിലേക്ക് കുതിരകളെ വെച്ച് ഭയാനകമായ രീതിയിൽ വണ്ടി മുകളിലേക്ക് വലിക്കുന്നത് കാണുകയുണ്ടായി. എന്നാൽ ഈ ഒരു കയറ്റം കയറാൻ വയ്യാതെ വണ്ടി താഴേക്ക് വീഴുകയും അത് വലിച്ച 5 കുതിരകൾക്കും മാരകമായ പരിക്കുകളും ഉണ്ടായി. ഇവിടെ നിന്നാണ് ഹാലഡി കേബിൾ കാർസ് എന്ന ചരിത്രപരമായ കണ്ടുപിടുത്തത്തിലേക്ക് നടന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ദിവസത്തിനും ഒട്ടനവധി പ്രത്യേകതകളാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 1, 2023 കുറച്ച് സയന്റിഫിക് ഇവന്റ്സ് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ പറഞ്ഞത്. സോ നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് സയന്റിഫിക് ഇവന്റ്സ് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. താങ്ക്